നാദേന്ദ്രിയം. രചന ദക്ഷ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. നാളെ രാവിലെ ശരിയാക്കുള്ള ആളുകളിങ്ങെത്തും. ഇങ്ങോട്ടേക്കാന്ന് പറയുമ്പോഴേക്കും പണിക്ക് വരാൻ നേറ്റവരൊക്കെ കാലുമാറും. പിന്നെങ്ങനെ ആളെ കിട്ടാനാ? അവൻ തന്നെ തോളിൽ കിടന്നിറങ്ങുന്ന കുഞ്ഞിപ്പെണ്ണിനെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചുകൊണ്ട് നിലമ്പിളർത്തുകൊണ്ട് തങ്ങളുടെ വഴിയിൽ തടസ്സം സൃഷ്ടിക്കുന്ന വേരുകൾ ഓരോന്നിനെയും അത്രയും സൂക്ഷ്മതയോടെ കവച്ചു വെച്ച് മുന്നിലേക്ക് നടന്നു. ഇവിടെ ഇങ്ങനെ കാണ്ടുപിടിച്ച് കിടക്കുന്ന കാണുമ്പോ വരാൻ നേറ്റവരാരായിരുന്നാലും ഇതിനകത്തേക്ക് വരാനൊന്നും മടിക്കും. അവൻ മുന്നിൽ കാണുന്ന വലിയ കാട്ടുവഴി വകഞ്ഞു മാറ്റി അവർക്ക് പോവാനുള്ള വഴിയൊരുക്കിക്കൊണ്ട് പറഞ്ഞു. അവിടെ അവരെ കാത്തെന്ന പോലെ നിൽക്കുന്ന അവിടുത്തെ തിരുമേനിയെ കാണെ അവരിരുവരെ അയാൾക്കരികിലേക്ക് നടന്നു. നിങ്ങൾ വരൂന്ന് എന്നോട് ഇന്നലെ തിരുമേനി പറഞ്ഞായിരുന്നു. അതേ അവർ നോക്കിയൊരു ചിരിയോടെ പറയുന്നതിനൊപ്പം നീലയുടെ കയ്യിൽ നിന്ന് ആ എണ്ണക്കുപ്പിയും തിരിയും കയ്യിലേക്ക് വാങ്ങി. ദേവിയെ നന്നായി ഒന്ന് തൊഴുത ശേഷം ഈ കൽവിളക്കിൽ ആദ്യ തിരി കത്തിച്ചോളൂ, അയാൾ പറഞ്ഞു. അവൾ അയാൾ നീട്ടിപ്പിടിച്ച ചിരാത് കയ്യിലേക്ക് വാങ്ങിക്കൊണ്ട് ആ കൽവിളക്കിൽ ആദ്യത്തെ തിരുനാളം തന്റെ കൈകൊണ്ട് പ്രകാശപൂരിതമാക്കി മാറ്റി. ഇനി കുട്ടി അകത്തേക്ക് കയറി തൊഴുതോളൂ, അയാൾ പറഞ്ഞു. അവൾ ഇന്ദ്രനെ നോക്കിക്കൊണ്ട് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചു. കാര്യങ്ങളൊക്കെ തിരുമേനി പറഞ്ഞ് എനിക്കറിയാം. പേടിക്കാനും മാത്രം ഒന്നുമില്ല. ചെറിയ തമ്പുരാട്ടിക്കും കുഞ്ഞിനും ദോഷം വരേണ്ടതൊന്നും ഉണ്ടാവില്ല, അയാൾ പറഞ്ഞു. ക്ഷേത്രത്തിനകത്ത് നീലിയുടെ ഭയന്നുകൊണ്ടുള്ള നിലവിളി ഉയർന്നേറ്റത് ഒരുപോലെയാണ്. അത് കാതുകളെ തേടിയെത്തേണ്ട താമസം ഇന്ദ്രൻ കുഞ്ഞിനെയും പൊതിഞ്ഞു പിടിച്ച് ക്ഷേത്രത്തിനകത്തേക്ക് കുതിച്ചിരുന്നു. അവനൊപ്പം തന്നെ ഒന്ന് ആഞ്ഞു നടന്നുകൊണ്ട് തിരുമേനിയും. നീലി, അവൻ ധൃതിപ്പെട്ട അകത്തേക്ക് കയറിക്കൊണ്ട് അവിടെ പേടിച്ചരണ്ട് നിൽക്കുന്നവളിലേക്ക് ചെന്നുകൊണ്ട് വിളിച്ചതും അവൾ അപ്പോഴും മുന്നിൽ കാണുന്ന കാഴ്ചയുടെ ഭീകരതയിൽ നിന്ന് തന്റെ കണ്ണുകൾ അണുവിട പോലും ചലിപ്പിക്കാൻ കഴിയാതെ നിൽക്കുകയാണ്. നീലി, ഇന്ദ്രൻ അവളെ തനിക്ക് നേരെ തിരിച്ചെത്തിക്കൊണ്ട് വിളിച്ചു. എന്താടി, എന്താ നീ വിളിച്ച്? അവൻ തനിക്ക് മുന്നിൽ ആകെ പേടിച്ചു വിളറിയ മുഖത്തോടെ നിൽക്കുന്നവളെ നോക്കി ആ ചോദ്യം ചോദിക്കലും അവളുടെ കണ്ണുകളും വിരലും ഒരുപോലെ ശ്രീകോവിനുള്ളിലേക്ക് നീണ്ടു. അതിനകത്തെ കളപം ചാർത്തി വിരൂപിയായ ബാലദുർഗയുടെ വിഗ്രഹവും അവന് ചൂടെ ഫണം വിടർത്തി നിൽക്കുന്ന ഒരു കരിമൂർഖനെയും കാണെ അവന്റെ കണ്ണുകളൊന്നും ഇഴിയാതിരുന്നില്ല. ദേവി, തിരുമേനി അവർക്കരികിലേക്ക് നിന്ന് ഒന്ന് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് വിളിച്ചു. ഇങ്ങനെ കോപിക്കാനും മാത്രം ഇതിപ്പോ എന്താ ഉണ്ടായ എന്റെ അമ്മേ, അയാൾ ആകുലതയോടെ പറഞ്ഞുകൊണ്ട് നവദുർഗ സ്തോത്രങ്ങൾ ഓരോന്നായി ഉരുവിടാൻ തുടങ്ങി. ഇന്ദ്രനും നീലിയും എന്താണ് ചെയ്യേണ്ടെന്നറിയാതെ തങ്ങൾക്കിടയിൽ നിൽക്കുന്ന തിരുമേനിയെ നോക്കി നിൽക്കാണ്ട് പുറത്തേക്ക് പോവാ. അടുത്ത നിമിഷം അയാളുടെ ശബ്ദം അവർക്ക് നേരെ ഉയർന്നു. പെട്ടെന്നുള്ള അദ്ദേഹത്തിന്റെ പരുഷമാർന്ന വാക്കുകൾ കേൾക്കെ ഇന്ദ്രനും നീലി ഒരുപോലെ പതിരിക്കൊണ്ട് അയാളെ നോക്കി. എന്നെ നോക്കി നിൽക്കാണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാ, അയാൾ ഇത്തേക്ക് അടുപ്പത്തിൽ പറഞ്ഞു. ഇന്ദ്രൻ നീലിയുടെ കൈയും പിടിച്ച ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് നീങ്ങി. പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുന്നേ അവന്റെ ദൃഷ്ടി ശ്രീകോവിലിന് മുന്നിലേക്ക് അവസാനമായി ഒരിക്കൽ കൂടി നീണ്ടതും അപ്പോഴും ആ പാമ്പ് അവരെ നോക്കി ചീറ്റുന്നുണ്ടായിരുന്നു. ആ കാഴ്ച ഒരിക്കൽ കൂടി ഒന്ന് കണ്ണിൽ നിറച്ചുകൊണ്ട് അവൻ അവളെയും ചേർത്ത് പിടിച്ചു പുറത്തേക്ക് നടന്നു നീങ്ങി. പേടിച്ചു പോയോ നീ? അവൻ തന്നെ നെഞ്ചിലെ ഒരു പൂച്ചക്കുഞ്ഞിനെ കൂട്ടി പതുങ്ങി നിൽക്കുന്നവൾ നോക്കി ചോദിച്ചു. അവളിൽ നിന്ന് അടുത്ത നിമിഷം അതിനുള്ള മറുപടി വന്നിരുന്നു. അവൻ കൂടുതലൊന്നും ചോദിക്കാതെ അവളെയും പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ഒരരികിലേക്കായി മാറി നിന്നു. അവന്റെ ഉള്ളിൽ അപ്പോഴും കഴിഞ്ഞുപോയ നിമിഷത്തിന്റെ നിഗൂഢത അല്പം പോലും കെടാതെ തെളിഞ്ഞു തന്നെ നിന്നു. ഫണം വിടർത്തി നിൽക്കുന്ന ആ പാമ്പും ദേവിയുടെ അലങ്കോലപ്പെട്ട മുഖവുമെല്ലാം ഒരു മായക്കാഴ്ചയായി അപ്പോഴും അവനുള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ട് മിഴിവോടെ തങ്ങി തന്നെ നിന്നു. താനിതെങ്ങോട്ടാണ് മാധവയ്യ ഓടുന്നേ? തലേ ദിവസത്തെ മദ്യസേവ കഴിഞ്ഞ് ഏതോ പറമ്പിൽ വീണെടുക്കുന്ന വേലായുധൻ തന്റെ വീട്ടിലേക്ക് നടക്കുന്ന വഴി ഒടുത്തിരിക്കുന്ന മുണ്ടിന്റെ ഒരറ്റം കയ്യിലേക്ക് പിടിച്ചൊരു ടോർച്ചും കത്തിച്ചു പിടിച്ചുകൊണ്ട് പാടത്തിന് നടുവിലൂടെ പായുന്ന മാധവൻ നായരെ കണ്ടതും തന്നെ മുറുക്കാനൊന്ന് ചവച്ചു തുപ്പി ചുവന്ന ചുണ്ടൊന്ന് ഇടത് കൈയുടെ പിൻഭാഗത്ത് അമർത്തി തുടച്ചുകൊണ്ട് തിരക്കി. അറിഞ്ഞില്ലേ, പരമവാശാന്റെ കണ്ടത്തിലൊരു ശവം? അയാളുടെ വാക്കുകൾ കേട്ട ഞെട്ടലിൽ വേലായുധൻ ഒരു നിമിഷം വായിലും മുറുക്കാൻ ചവക്കാൻ മറന്നുകൊണ്ട് അങ്ങനെ കണ്ണും തള്ളി നിന്നുപോയി. ശവമോ? ആരുടെ? അയാൾ തന്റെ കാതുകൾ കേട്ട വാർത്ത ഒരു മാത്രം നേരത്തേക്ക് പോലും വിശ്വസിക്കാൻ കഴിയാതെ ഒരു നടുക്കത്തോടെ ചോദിച്ചു. ഒരു പുരുഷന്റെ ആണെന്നാ കേട്ടത്, അയാൾ പറഞ്ഞുകൊണ്ട് ധൃതിയിൽ സംഭവ സ്ഥലത്തേക്ക് വെച്ച് പിടിച്ചതും അയാൾക്ക് പുറകെ തന്നെ വേലായുധനും അതാരെന്നറിയാനുള്ള ആകാംക്ഷയോടെ വായിലെ മുറുക്കാനപ്പാട് ആ വരമ്പിലേക്ക് നീട്ടി തുപ്പിക്കൊണ്ട് വേഗത്തിൽ നടന്നു നീങ്ങിയിരുന്നു. എല്ലാരും കൂടി നിൽക്കാതെ അങ്ങോട്ട് മാറിക്കളൂ, ഞങ്ങൾക്ക് ഞങ്ങളെ പണിയണ്ടേ? SI ദാമോദരൻ അവിടെ കൂടി ആളുകളെ വകഞ്ഞു മാറ്റി ഒരു കർച്ചീഫിനാൽ മൂക്കുപൊത്തി പിടിച്ചുകൊണ്ട് ചെളിയിൽ പൂഴുന്ന കമിഴ് നിലയിൽ കിടക്കുന്ന ശവത്തിനരിയിലേക്ക് വന്നിരുന്നുകൊണ്ട് അയാൾക്കൊപ്പം വന്നൊരു കോൺസ്റ്റബിളിനെ എന്തോന്ന് കണ്ണു കാണിച്ചതും അയാളത് മനസ്സിലായിക്കൊണ്ട് കമിഴ്ന്ന നിലയിൽ കിടന്ന ശവത്തിനെ പിടിച്ച് തിരിച്ചിട്ടു. എല്ലാ കണ്ണുകളും ഒരുപോലെ ആ ശവത്തിന്റെ നേർക്ക് നീണ്ടു. ചെളിയിൽ പുതഞ്ഞു മറന്നു കിടക്കുന്ന ശവത്തിനെ പൊക്കിയെടുത്ത് വരമ്പിലേക്ക് കിടത്തിക്കൊണ്ട് അതിന് മേലിലേക്ക് ഒരു കുടം വെള്ളമൊഴിച്ചതും ആ മുഖത്തും ശരീരത്തിലും പറ്റിച്ചേർന്ന ചേർ ആ വെള്ളത്തിനൊപ്പം ഇളകി വന്നു. ചതിച്ചോന്റെ ദേവി! ചേറിനാൽ മറ തീർക്കപ്പെട്ട ആ മുഖത്തെ വെള്ളം ശുദ്ധീകരിച്ചതും ആ ചേറിന് പിന്നിൽ മറിഞ്ഞിരുന്ന മുഖം കണ്ട മാധവൻ നായർ ഒരു ഞെട്ടലോടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. ഇതാ നാൽപ്പാട്ട കാര്യസ്ഥൻ കേശവൻ നായരല്ലേടോ?
SI ദാമോദരൻ തനിക്കരികിൽ നിന്ന് കോൺസ്റ്റബിളിനെ തിരക്കി. അതെ സാർ, ഇത് അങ്ങേര് തന്നെയാ. അയാൾ പറഞ്ഞുകൊണ്ട് തന്നെ ചെളി പറ്റിയ കൈകളൊന്ന് വൃത്തിയാക്കി. കൂടിയുന്ന ആളുകൾ പരസ്പരം പലതും പിറുവിറിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ കൂടെ വിചാരിച്ചിട്ടേ ഉള്ളൂ ഇതിനെ പറ്റി. കൂടിയുന്ന ആളുകളിൽ ഒരാൾ തനിക്കടുത്ത് നിന്ന ആളോട് അടക്കം പറഞ്ഞു. ഞാനും അതെ. ഉത്സവം അങ്ങ് പടിക്കലെത്തുമ്പോഴേക്കും ഒരു മരണം, അത് പതിവുള്ളതല്ലേ. ഈ പ്രാവശ്യത്തിന് അത് സംഭവിക്കാൻ വയ്യ, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇതിപ്പോ ആദ്യമായിട്ടല്ലേ കൊടിയേറ്റ ദിവസം തന്നെ ഇങ്ങനെ വാർത്ത കേൾക്കേണ്ടി വരുന്നത്, അതൊരു കൊലപാതകം. അയാൾ കാര്യഭാവത്തിൽ അടുത്തുന്ന ആളോട് മുറുമുറുത്തു. കലികാലം, അല്ലാണ്ടിപ്പോ എന്താ അതിനെ പറയാ. കൂടുന്നാൾ അതിനെ ഏറ്റുപിടിച്ചു. എന്ത് കരികാരം, ഇതെല്ലാത്തിനും കാരണം ചന്ദനക്കാവിലേറുന്ന കൊടിമര. ദേവീകോപം ഉണ്ടാവുന്ന തീരുമാനങ്ങൾ എടുത്താൽ ഇതായിരിക്കും ഫലം. ശാപം പിടിച്ചെടുത്ത് എത്രയൊക്കെ പുണ്യാൻ തളിച്ചെന്ന് പറഞ്ഞിട്ടും കാര്യമില്ലടോ. ഒരു പുണ്യാത്തിന് കൊടുത്ത ശാപം അകറ്റാൻ കഴിയില്ല. സാക്ഷാൽ ബ്രഹ്മദത്തൻ തിരുമേനിയുടെ മകൻ വാമദത്തൻ തിരുമേനി നോക്കിയിട്ട് പറ്റിയില്ല. പിന്നല്ലേ കുടിച്ച മുലപ്പാലിന്റെ ചൂര് വിട്ടുമാറാത്ത രണ്ട് ചെറുക്കന്മാർ വിചാരിച്ചാൽ ഒക്കുന്നത്. ഒരു ചെറിയ അമ്പ്രാക്കന്മാർ വന്നിരിക്കുന്നു. അതിലൊരു പ്രായമായ ആള് അല്പം പുച്ഛഭാവത്തിൽ പറഞ്ഞു നിർത്തിയതും അയാളുടെ വാക്കിലെയും വചനത്തിലെയും പുച്ഛം അവിടെ കൂടിയുന്ന മറ്റുള്ളവരിലേക്കും പടർന്നിരുന്നു. അതെ അതെ, ചന്ദ്രക്കാവിൽ കൂടിയേറുന്ന എല്ലാത്തിനും കാരണം. അങ്ങനെ ഒന്നും നടന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു കാഴ്ച ഇന്നേ ദിവസം നമുക്ക് എല്ലാവർക്കും കാണേണ്ടി വരില്ലായിരുന്നു. അയാളുടെ വാക്കിലെ ഏറ്റുപിടിച്ചുകൊണ്ട് മറ്റൊരാൾ കൂടി പറഞ്ഞു. ആ സംസാരം ഒന്ന് കൊഴുത്തു. ഇവിടെ നിന്നിങ്ങനെ ശബ്ദം ഉണ്ടാക്കാൻ നിങ്ങളെല്ലാവരും ഒന്ന് പോകുന്നുണ്ടോ? ആരുടെ ആ പരസ്പരമുള്ള അടക്കം പറച്ചിലിനെയും കുറ്റപ്പെടുത്തലിനെയും ശബ്ദം ഒന്ന് മുറുകിയതും SI ദാമോദരന്റെ ശബ്ദം അവിടെ ഒന്ന് ഉയരുക തന്നെ ചെയ്തു. നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു തീർക്കാനോ പരസ്പരം കയ്യാങ്കളി നടത്താനോ ഉള്ള ഇടല്ല ഇത്. അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെച്ചാ അത് ഇവിടുന്ന് പോയിട്ടാവാം. ഉത്സവ പറമ്പിൽ കിടന്ന് കച്ചറ കാട്ടുന്ന പോലെ ഇവിടെ കിടന്ന് അഴിഞ്ഞാടിയ എല്ലാത്തിനെയും കൂവും പിടിച്ച് കറക്കും ഞാൻ. അവന്റെ ഒരു കോപ്പിലെ കൊടിയേറ്റ ഉത്സവം വല്ലതും പറയാനുണ്ടെച്ചാ അതവിടെ അമ്പലപ്പറമ്പിൽ ചെന്ന് എഴുന്നള്ളിച്ചോണം. അല്ലാതെ ഇവിടെ നിന്ന് പട്ടി എല്ലും കഷ്ണത്തിന് വേണ്ടി കടികൂടുന്ന പോലെ കടികൂടിയാ എല്ലാത്തിനെയും ഒരുപാട് തൂക്കിയെടുത്ത് അകത്തിടും ഞാൻ. പറഞ്ഞില്ലാന്ന് വേണ്ട. അയാൾ അവർക്ക് നേരെ തന്റെ ശബ്ദം ഉയർത്തിയതും അവിടെ കൂടുന്ന ജനക്കൂട്ടം പെട്ടെന്ന് തന്നെ കെട്ടഴിക്കപ്പെട്ടിരുന്നു. ഈ ഉത്സവം മുടങ്ങുന്ന മട്ടുണ്ടല്ലോടോ. പരസ്പരം എന്തൊക്കെയോ തർക്കിച്ചുകൊണ്ട് നടന്നിരുന്ന ജനക്കൂട്ടത്തെ കാണി SI ദാമോദരൻ കൂടെ നിന്ന പോലീസുകാരനോട് പറഞ്ഞു. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. ഇല്ലായിരുന്നെങ്കിൽ ഇന്നേ ദിവസം തന്നെ ഈ കിടക്കുന്നവനെ മേപ്പോട്ട് കെട്ടിയെടുക്കില്ലായിരുന്നല്ലോ സാറേ. അയാളും അതിനെ അനുകൂലിച്ചു. ആ നാൽപ്പാട്ട പെണ്ണിന് ദേഹത്ത് ബാധ കയറി എന്ന് പറയുന്നത് ശരിയാണോടോ? ഇനി അവളെങ്ങാനുമാണ് അതിന് പിന്നില്? ദാമോദരൻ ചോദിച്ചു. ആ പോലീസുകാരൻ നെറ്റിയൊന്ന് ചുളിഞ്ഞിരുന്നു. ഏയ്, അങ്ങനെയാവാൻ വഴിയില്ല സാറേ. അതൊക്കെ ഈ നാട്ടുകാർ തന്നെയുള്ള ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നല്ലേ. ഇനിയിപ്പോ അങ്ങനെ ആണെങ്കിൽ തന്നെ നമ്മളെന്തോന്ന് എടുത്തിട്ട് കേസ് തെളിയിക്കാനാ? FIR എഴുതുമ്പോ പ്രേതം പിടിച്ചാണെന്ന് എഴുതാനൊക്കുവോ? എന്തായാലും താൻ തൽക്കാലം ഒന്നും തെളിയിക്കാൻ പോണ്ട. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഈ കിടക്കുന്നതിന്റെ അവകാശി ഉടനെ തന്നെ നമ്മളെ ബന്ധപ്പെടാൻ സാധ്യതയുണ്ട്. മനുഷ്യനാണോ പ്രേതാണെന്നൊക്കെ അപ്പറിയാലോ. അയാൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. അയാളുടെ ഫോൺ ശബ്ദിച്ചു ഒരുപോലെയാണ്. പറഞ്ഞു നാ വായിലേക്ക് ഇട്ടില്ല, ദോ വിളിക്കുന്നു. അയാൾ കൗശലം നിറഞ്ഞ ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഫോണെടുത്ത് കാതിലേക്ക് വെച്ചു. ഇതേ സമയം മുറിച്ചെടുത്ത കൊടിമരവുമായി ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ആളുകൾ ആർപ്പ് വിളിച്ചുകൊണ്ട് ഇരണ്ടത്തറ ഭഗവതി ക്ഷേത്രത്തിന് മുന്നിലേക്ക് നടന്നെടുത്തു. ക്ഷേത്രത്തിലേക്ക് അടുക്കും തോറും കൊടിമരത്തിന്റെ രണ്ടറ്റത്തുള്ളവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തലും തള്ളലൊക്കെ നടത്തുന്നുണ്ട്. കൊടിയേറ്റത്തിനായി മുറിച്ചു മാറ്റിയ കൊടിമരത്തിന്റെ ഓല പോലും തറയിൽ മുട്ടാവേണം പിടിച്ചുകൊണ്ട് പോവാം. ഇങ്ങനെ കൊണ്ടുപോകുന്നതിനിടെ ആളുകൾ പരസ്പരം ഒരുപാട് ആഹ്ലാദ പ്രകടനങ്ങൾ കാഴ്ചവെക്കാറുണ്ട്. പിടിച്ചിരിക്കുന്ന കൊടിമരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തുക, കയ്യിൽ വെച്ച് എല്ലാവരും ചേർന്ന് അമ്മാനമാടുക തുടങ്ങിയ വിചിത്രമായ വിനോദങ്ങൾക്കൊടുവിലായിരിക്കും ഉത്സവത്തിനുള്ള കൊടിമര ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. ക്ഷേത്രപ്പടിക്ക് സമീപത്താറായതും ആളുകൾ ആർപ്പുവിളിയുടെ ശബ്ദമുയർത്തി. അതിനനുസരിച്ച് തന്നെ ചെണ്ടമേളവും മുറുകി തുടങ്ങി. വലിയൊരു ശബ്ദത്തോടെ ആദ്യ കതിയൻ പൊട്ടിയതും ക്ഷേത്രമുറ്റത്തായി നെറ്റിപ്പട്ടം കെട്ടി നാന നീട്ടിയൊരു ചിഹ്നം വിളിച്ചിരുന്നു. ആ ചിഹ്നം വിളിയുടെ അകമ്പടിയോടെ ഇന്ദ്രനും മേഘനും പൂജാരിക്കൊപ്പം ഓരോ പടികളായി താഴേക്ക് ഇറങ്ങി വന്നു. ഇനി രണ്ടാളും രണ്ടറ്റത്തായി പോയി നിന്നോളാ, തിരുമേനി പറഞ്ഞു. അവരിരുവരും കൊടിമരത്തിന്റെ മുന്നിലും പുറകിലുമായി പിടിച്ചു. മുന്നിൽ നിന്നുകൊണ്ട് മേഘം വിളിച്ചു പറഞ്ഞു. ബാക്കിയുള്ളവർ അതിനെ ഏറ്റുപിടിച്ചിരുന്നു. ഓരോ പടികളായി കയറി അവർ കൊടിമര അവിടെ നിരനിരയായി ഒരുക്കിയിരിക്കുന്ന കസേരകൾക്ക് മുകളിലേക്ക് വെച്ചുകൊണ്ട് മാറുന്നില്ല. അതിനുശേഷം അങ്ങോട്ട് അതിനെ പൂർണ്ണമായ ഒരു ധ്വജത്തിലേക്ക് എത്തിക്കാൻ വേണ്ട ഒരുക്കങ്ങളായിരുന്നു അവിടെ നടന്നത്. നീണ്ടുനിന്ന ഒരുക്കങ്ങൾക്കൊടുവിൽ അതിന് പൂർണ്ണമായ ഒരു കൊടിമരത്തിന്റെ രൂപഭംഗി കൈവന്നിരുന്നു. അധികം നീണ്ടു നിൽക്കാത്ത ചില ചിട്ടവട്ടങ്ങൾക്കും പൂജകൾക്കും ഒടുവിൽ ആ കൊടിമരത്തെ ക്ഷേത്രമുറ്റത്ത് നാട്ടുമ്പോൾ അവിടെ കൂടി നിന്ന ജനങ്ങളൊന്നിനൊക്കെ ആർപ്പ് വിളിച്ച് തന്റെ ആഹ്ലാദ പ്രകടനം കാഴ്ചവെച്ചു. ഇതോടുകൂടി 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ നാളുകളെ വരവേൽക്കാൻ ആ ക്ഷേത്രമുറ്റം ഒരുങ്ങി തുടങ്ങി. എന്നാൽ ആ ആഹ്ലാദ പ്രകടനവും ആർപ്പുവിളികളൊന്നും അധിക നേരം നീണ്ടു നിന്നില്ല. ആദ്യത്തെ കൊടിമരം നാട്ടാനുള്ള ഉത്സാഹമൊന്നും രണ്ടാമത്തെ കൊടിമരം നാട്ടാൻ തയ്യാറെടുക്കുമ്പോൾ അവർക്കുണ്ടായില്ല.
കഴിഞ്ഞുപോയ ഒരു ഉത്സവകാലം സമ്മാനിച്ച മുറിവുകൾ ഇപ്പോഴും മനസ്സിൽ ഉണങ്ങാതെ കിടക്കുന്നുണ്ടായിരിക്കും. അവരിൽ പകുതി പേര് ആ ഉദ്യമത്തിന് വെറുതെ ഒരു കാഴ്ചക്കാരനായി നിൽക്കാൻ പോലും താല്പര്യമില്ലാത്ത വിധം അവിടുന്ന് അരങ്ങൊഴിഞ്ഞു. പോകുന്നവരെല്ലാം പോട്ടെ, നിങ്ങൾ രണ്ടാളും വേഗം പോയി ഒന്ന് മുങ്ങിക്കുളിച്ച് വരിക. സമയം അതിക്രമിക്കുന്നതിന് മുന്നേ അടുത്ത കുടിമരം നാട്ടണം. തിരുമേനി പറഞ്ഞതും ഇന്ദ്രനും മേഘനും അവിടുന്ന് ക്ഷേത്രകുളം ലക്ഷ്യം വെച്ച് നടന്നു നീങ്ങി. പുറമേ ഒട്ടും കൂസാത്തവനെ പോലെ നിന്നെങ്കിലും മേഘന്റെ ഉള്ളൊരു സമുദ്രം പോലെ ഇളകി മറിഞ്ഞുകൊണ്ടിരുന്നു. ഇതുപോലൊരു കൊടിയേറ്റ ദിവസമാണ് തന്റെ അച്ഛനെ തനിക്ക് നഷ്ടപ്പെടുത്തിയത്. ആ ദിവസത്തെ ഓർമ്മപ്പൊട്ടുകൾ മനസ്സിനെ മുറിവേൽപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അവനുള്ളിലേക്ക് കടന്നു വന്നതും അവനൊന്ന് ആഞ്ഞ് ശ്വാസം എടുത്തുകൊണ്ട് ആ ക്ഷേത്രകുളത്തിലൊന്ന് മുങ്ങി നിവർന്ന് മുകളിലേക്കുള്ള പടികൾ കയറി തുടങ്ങി. അവന്റെ ആ ഒന്നും മിണ്ടാതെയുള്ള പോക്ക് കാണെ അവന്റെ മനസ്സിൽ ഓടുന്ന എന്തെല്ലാമാണെന്ന് ഇന്ദ്രന് മനസ്സിലാക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ മുഖത്തൂടെ ഒഴുകിയിറങ്ങുന്ന വെള്ളത്തുള്ളികളെ തുടച്ചു മാറ്റിക്കൊണ്ട് അവന് പുറകെയായി പടികൾ കയറി. അവരിരുവരും അവിടേക്ക് ചെന്നു തിരുമേനി അവർക്കുള്ള ഉളിയും ചുറ്റികയും എടുത്തു കൊടുത്തു. ആചാരപ്രകാരം ചന്ദനക്കാവിലമ്മയ്ക്കുള്ള കൊടിമരം മുറിക്കേണ്ടത് അവർ രണ്ടുപേരും കൂടി ചേർന്നാണ്. ഇനിയൊരു തലമുറയ്ക്ക് ജന്മം നൽകി അവരതിന് പ്രാപ്തരാകും വരെ ഇത് ഇരുതറവാട്ടിലെ ഇളമുറ തമ്പുരാക്കന്മാരുടെയും കർത്തവ്യമാണ്. ഇനി ഇതിനൊരു അറുതി വരണമെങ്കിൽ അവരുടെ മക്കൾ അത് ഏറ്റെടുക്കാൻ പോകുന്നവരാകുന്ന ഒരു കാലം വരണം. അവരിരുവരും അതും വാങ്ങി മുന്നേ നടന്നു. അവർക്ക് പുറകെയായ ഒരു ചെണ്ടക്കാരനും പിന്നെ മേഘനും ഇന്ദ്രനും ഏർപ്പാടാക്കിയ ആളുകളെയും ഉൾപ്പെടുത്തി 10-30ഓളം വരുന്ന ആളുകൾ ഉത്സവ കൊടിമരം മുറിക്കാനായി അവിടുന്ന് പുറപ്പെട്ടു. ഒത്തിരി നേരത്തെ പരിശ്രമത്തിനൊടുവിൽ മറിഞ്ഞു വീഴാനൊരുങ്ങിയ കൊടിമരം അവൻ മുകളിൽ നിന്നും താഴെ നിന്നെല്ലാം കയറുകൊണ്ട് ബാലൻസ് ചെയ്ത ശേഷമാണ് അതും താങ്ങിയ ആളുകൾക്ക് മുന്നിലേക്ക് നടന്നു നീങ്ങിക്കൊണ്ടിരുന്നത്. അധികം സന്തോഷപ്രകടനമൊന്നുമില്ലാതെയുള്ള ആ യാത്ര ചന്ദനക്കാവിലമ്മയ്ക്ക് മുന്നിലായി എത്തി നിൽക്കുമ്പോൾ മേഘന്റെയും ഇന്ദ്രന്റെയും ഹൃദയം ഒരുപോലെ പെരുമ്പറ മുഴക്കി തുടങ്ങിയിരുന്നു. അതിലൊരാൾക്കുള്ള ഭയപ്പെട്ടത് അന്നത്തെ പോലെ ഒരു അനിഷ്ട സംഭവങ്ങൾ ഓരോന്നും ഉണ്ടാവുമോ എന്ന ചിന്ത കാടുകയറിയതുകൊണ്ടാണെങ്കിൽ മറ്റേയാളുടെ ഹൃദയം നൊന്നത് ഈ ക്ഷേത്രമുറ്റത്ത് തന്റെ അച്ഛന്റെ ജീവനറ്റ ശരീരം കൂട്ടിപ്പിടിച്ചിരുന്ന് കരയുന്ന അമ്മയുടെ മുഖം മനസ്സിലേക്ക് ഇരച്ചെത്തിയപ്പോഴാണ്. തന്റെ അമ്മയ്ക്ക് പകരം ആ സ്ഥാനത്തേക്ക് ദുർഗയെ അവന് വെറുതെ പോലൊന്ന് സങ്കല്പിച്ചു നോക്കാൻ ധൈര്യപ്പെട്ടില്ല. തന്നെ വരിഞ്ഞു മുറുക്കുന്ന ആ ഓർമ്മകളെ ഉൾമനസ്സിൽ നിന്ന് പടിയിറക്കി വിടാനെന്നോണം മേഘൻ തന്റെ കണ്ണുകൾ ഒരു നിമിഷത്തേക്ക് ഇറുക്കി അടച്ചു. ഒരനിഷ്ടവും പ്രകടിപ്പിക്കില്ല എന്റെ ദേവി, അവൻ മനസ്സിൽ പറഞ്ഞു. ആ സമയം തന്നെയാണ് ക്ഷേത്രവാതിൽ തുറന്നുകൊണ്ട് തിരുമേനി പുറത്തേക്ക് വന്നതും. ഇങ്ങോട്ടേക്ക് വെച്ചോളൂ. അയാൾ അവിടെ നീളത്തിലുള്ള ഒരു തിട്ട ചൂണ്ടി പറഞ്ഞു. അവരാ കൊടിമരം അവിടേക്ക് വെച്ചു. പിന്നെ അങ്ങോട്ട് പൂജയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കൊടിമരം നാട്ടാൻ അവർ തയ്യാറെടുത്തു. ഏട്ടാ, ഒരു വിളിയോടെ രുദ്രൻ ഓടി മേഘനരികിലേക്ക് എത്തി. അവന്റെ ആ ഓടിപ്പടച്ചുള്ള വരവും നിൽപ്പും കാണെ മേഘന്റെ ഇന്ദ്രന്റെ ഉള്ളിൽ ഒരുപോലെ അപായമണി മുഴങ്ങി. എന്താടാ? മേഘൻ തനിക്കരികിലേക്ക് ഓടിപ്പിടിച്ചു വന്നവനോടായി ചോദിച്ചു. ഒരു പ്രശ്നമുണ്ട്, രുദ്രൻ കിതപ്പായിട്ടുകൊണ്ട് അവനോട് പറഞ്ഞു. എന്താ? ആ ചോദ്യം വന്ന് ഇന്ദ്രനിൽ നിന്നാണ്. ആ കാര്യസ്ഥൻ കേശവനെ ആരൊക്കെ ഒന്ന് ചേറിൽ താഴ്ത്തി. കുറച്ചു മുന്നേ എല്ലാവരും അറിയുന്നത്. അവൻ അവരോടായി അടക്കം പറയുമ്പോൾ ഇന്ദ്രനിൽ ആ വാർത്ത ഞെട്ടിലുണ്ടാക്കിയെങ്കിലും മേഘലിന് അത് പ്രത്യേക ഭാവശാലനങ്ങൾ ഏതും സൃഷ്ടിച്ചില്ലെന്ന് വേണം പറയാൻ. അവിടെ താൻ ഇത് പ്രതീക്ഷിച്ചിരുന്നാണെന്നൊരു ഭാവമായിരുന്നു മുന്നിട്ടുന്നത്. പക്ഷെ പ്രശ്നം ഇതൊന്നുമല്ല. കൊടിയേറ്റ ദിവസം തന്നെ ഇങ്ങനെ നടന്നത് ആളുകൾക്കിടയിൽ നല്ലപോലെ ആൾക്കെത്തിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഇടഞ്ഞുമട്ട. എല്ലാത്തിനും കാരണം ഇവിടെ നടക്കാൻ പോകുന്ന കൊടിയേറ്റാണെന്നൊക്കെ അവർ പറയുന്നത്. അതുകൊണ്ട് എന്തു വന്നാലും ഈ കൊടിയേറ്റ് അവർ തടയുന്നവരുടെ പക്ഷം. രുദ്ര അവരോട് പറയലും ഒരു പറ്റ ആളുകൾ കടലിളകി വരുന്ന പോലെ അവിടേക്ക് നടന്നെടുത്ത് കഴിഞ്ഞിരുന്നു. ഡാ, ഇത് നമ്മുടെ കയ്യിലൊതൊന്നും തോന്നില്ല കേട്ടോ. തങ്ങൾക്കെതിരെ നടന്നു വരുന്നവരെ നോക്കിക്കൊണ്ട് അവർക്കരികിൽ നിന്ന് രാഹു മേഘനോടായി പറഞ്ഞു. ഒതുങ്ങാത്തതിനെയൊന്നും കയ്യിലേറ്റുന്ന ശീലം ഈ മേഘനാഥനുമില്ല. അവൻ മുറുകിയ മുഖത്തോടെ തങ്ങൾക്കരികിലേക്ക് വരുന്നവരിലും ദൃഷ്ടി മാറ്റാതെ മീശ വിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്തു വന്നാലും കൊടിയേറ്റം തടയുമെന്ന് പറയുന്നവരുടെ കൈകൊണ്ട് തന്നെ ചന്ദനക്കാവിലമ്മയ്ക്കുള്ള ധ്വജമുയരും. എന്തായാലും കേട്ട പാതി കേൾക്കാത്ത പാതി കുറ്റിയും പറിച്ച് ഇവിടത്തോളം വന്നല്ലേ. ഇനി ആ കർമ്മം കൂടി കഴിഞ്ഞിട്ട് ഇവറ്റകളെല്ലാം അവിടുന്ന് പോയാൽ മതി. ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് കയ്യിൽ കിടക്കുന്ന ഇടിവളൊന്ന് കയറ്റി വെച്ചു. തിരുമേനി, എന്താ കുഞ്ഞേ? അദ്ദേഹം മേഘനടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു. കൊടിയേറ്റ അല്പം ഒന്ന് വൈകും, പക്ഷെ തിരുമേനി പേടിക്കണ്ട. പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ചന്ദനക്കാവിലമ്മയ്ക്കുള്ള കൊടിമരം ഏറിയിരിക്കും. മേഘൻ പറഞ്ഞു. അദ്ദേഹം അവിടെ പരിഭ്രമത്തോടെ നിന്നു. ഈ കൊടിയേറ്റം നടക്കില്ല, ഞങ്ങളീ നടത്തിക്കില്ല. അതിലൊരുവൻ അവർക്ക് മുമ്പിൽ വന്നിന്ന് ആക്രോശിച്ചു. നീ നടത്താനും നടത്താതിരിക്കാനും അതിന് കൊടിമരം നിന്റെ വീട്ടുമുറ്റത്തല്ലൂടെ സുധാകര കുത്തുന്നേ. മേഘൻ മേൽമുണ്ടഴിച്ച് അടുത്തുനിന്ന് രുദ്രനെ ഏൽപ്പിച്ചുകൊണ്ട് ആ പറഞ്ഞതിനു മുന്നിലേക്ക് നിന്ന് പരിഹാസരൂപേണ പറഞ്ഞു. അത് കേട്ടത് അവർക്ക് നേരെ കത്തി വന്ന് ഒരു പൊടിക്കടങ്ങി. ഇതെന്താടാ കയ്യിലൊരു കുന്തമൊക്കെ? നീ ഇപ്പൊ ഇതിന്റെ മുകളിൽ ഇരുന്നാണോ യാത്രയൊക്കെ? മേഘനൊന്ന് ചുണ്ടുകൊട്ടി ചോദിക്കുന്നതിനൊപ്പം അവന്റെ കയ്യിലെ വടിയും വാങ്ങി. രുദ്ര, ഏട്ടാ, ദാ ഇത് നീ വെച്ചോ. കുറച്ചു കഴിയുമ്പോ മാലപ്പടക്കം പൊട്ടിക്കാൻ ഇത് ബെസ്റ്റാ. പാവം ഇവിടം വരെ താങ്ങി പിടിച്ചു കൊണ്ടുവന്നല്ലേ, വെറുതെ കളയണ്ട.
അവൻ മുന്നിൽ നിൽക്കുന്നവരിൽ നിന്ന് കണ്ണു മാറ്റാതെ ആ നീളമുള്ള വടി രുദ്രൻ നേർക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഇന്നേ ദിവസം ഒരു മരണം നടന്നിട്ടും ഇത് നടത്തണം എന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെ തമ്പുരാക്കന്മാരുടെ ഉത്തരവൊക്കെ ശിരസാവഹിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു പോയിന്ന് ചെറിയ തമ്പുരാക്കന്മാരൊന്നും ഓർക്കുന്നത് നന്നായിരിക്കും. അതിലൊരു തലമൂത്ത കാരണവർ അവന്റെ പെരുമാറ്റം ഇഷ്ടപ്പെടാത്ത ഭാവത്തിൽ പറഞ്ഞു. അതിന് തന്നോട് ഞാനൊരു ഉത്തരവും പുറപ്പിടിച്ചിരുന്നില്ലല്ലോ സുധാകരന്റെ അച്ഛ. അതും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അയാൾക്ക് മുമ്പിലേക്ക് കയറി നിന്നു. അവന്റെ സ്വരത്തിലെ കളിയാക്കൽ അയാളിലെ കോപം വർദ്ധിപ്പിച്ചു. പിന്നെ ചെറിയ തമ്പുരാക്കന്മാര് പറയുന്ന മാത്രമേ ശിരസാവിക്കാത്തതായിട്ടുള്ളൂ, അതോ താൻ പൊതുവെ അങ്ങനെയാണോ? അല്ല, ഈ പുത്തൻ ചിന്താഗതിയൊന്നും നാൽപ്പാട്ട വലിയ തമ്പുരാന്റെ അടുത്ത് ഞാൻ കണ്ടിട്ടില്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. ഇന്ദ്രൻ തന്നെ മീശൊന്ന് പിരിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. അയാൾ നന്നായി തന്നെ ഒന്ന് പതറി. എടോ, ആ കാവടി തന്നയുടെ അടുത്തുനിന്ന് അച്ചാരവും വാങ്ങി വന്ന് ഈ മുറ്റത്ത് നിന്ന് പുരോഗമനം ഛർദിച്ചാറുണ്ടല്ലോ, തന്നെ കൗബീനം വരെ ഇവിടെ അഴിപ്പിച്ചു വെച്ചിട്ട് തന്നെ ഇവിടുന്ന് ഞാൻ യാത്രയാക്കൂ. പറയുമ്പോ അതും ഈ ചെറിയ തമ്പുരാക്കന്മാരുടെ കായ് കൊണ്ട് വാങ്ങിയതാണല്ലോ. മേഘൻ അയാൾ നോക്കി ചുണ്ടോട്ടി പറഞ്ഞു. അയാൾ പത്തിക്കടിയേറ്റ പോലെ ഒന്ന് പതിഞ്ഞു. ഇന്നേ ദിവസം ഒരു ശാവോട് വീണ്ടും ഈ ഉത്സവം നടത്തണമെന്നാണോ? ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ വിളിച്ചു ചോദിച്ചു. എന്റെ അച്ഛൻ ചന്ദ്രമംഗലത്ത് വാമദത്തൻ ഇവിടെ ഈ മുറ്റത്ത് വെച്ച് മരിച്ചു വീണ്ടും ഉത്സവം നടത്തണമെന്ന് പറഞ്ഞ് നിനക്കൊക്കെ മുറവിളി കൂട്ടാമെങ്കിൽ ഏതോ ഒരുത്തന് എവിടെയോ ചത്തുമലച്ച് കിടന്നതിന് ഞാനെന്തിനാളാ ഈ കൊടിയേറ്റം നടത്താതിരിക്കുന്നേ? അങ്ങനെ ചത്ത കണക്കെടുക്കുകയാണെങ്കിൽ ഇവിടെ ഈ മണ്ണിൽ വെച്ച് 3 ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട്. അതിന്റെ കണക്കെടുത്തിട്ട് മതി ബാക്കി എന്തും. അത് പറയുമ്പോൾ മേഘന്റെ ശബ്ദം കെടുത്തിരുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആരുടെയൊക്കെ ശവത്തിന് മുകളിൽ കയറി നിന്നിട്ടാണെങ്കിലും ഈ കൊടിയേറ്റം മേഘനാഥൻ നടത്തുമെന്ന് പറഞ്ഞാ നടത്തിയിരിക്കും. ഇവിടെ ഈ മണ്ണിൽ വീണ ഓരോ തുള്ളി രക്തവും അത് വീഴ്ത്തിയവരെ കൊണ്ട് തന്നെ കുടിപ്പിച്ച് വറ്റിച്ചിട്ടേ ചന്ദ്രമംഗലത്തെ മഹേശ്വര മേഘനാഥൻ ഈ കളൊഴിയുന്ന്. ഈ കാര്യവും പറഞ്ഞ് തന്നെ ഇവിടേക്ക് പറഞ്ഞു വിട്ടന്മാരോട് ചെന്ന് പറഞ്ഞേക്കുതാൻ. അത് പറയുമ്പോൾ അവന്റെ മുഖത്തെ ക്രോധത്തിന് എതിരെ നിൽക്കുന്നവരെ എരിച്ചുകളയാനുള്ള താപം ഉണ്ടായിരുന്നു. തിരുമേനി, ഇന്ദ്രന്റെ ശബ്ദത്തോടെ ഉയർന്നു. കുഞ്ഞെ. അയാൾ അവനരികിലേക്ക് വന്നിട്ട് വിളി കേട്ടു. ഇനിയൊരു ചടങ്ങും ബാക്കിയില്ലല്ലോ? ഇല്ല കുഞ്ഞെ. എന്നാ പിന്നെ ആ കൊടിമരങ്ങ് നാട്ടി ഈ വാനര സഭ അങ്ങ് പിരിച്ചുവിട്ടേക്കാം. അവൻ പറയുന്ന തിരുമേനിയോടാണെങ്കിലും നോട്ടം പോകുന്ന മുന്നിൽ നിൽക്കുന്നവർക്ക് നേരെയാണ്. വന്ന സമയത്തുള്ള തിളപ്പൊന്നും ഇപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ഒരുവിൽ അവശേഷിക്കുന്നില്ല. എന്തായാലും ആൾബലം തെളിയിക്കാൻ നീയൊക്കെ ഇവിടത്തോളം വരെ വന്നു. അപ്പൊ പിന്നെ അത് തെളിയിക്കാതെ മടങ്ങുന്നത് ശരിയല്ലല്ലോ. ഇനിയിപ്പോ അത് തെളിയിച്ചിട്ടാവും മടക്കം. ഇന്ദ്ര അവരെല്ലാവരെയും ഇരുത്തി നോക്കി പറഞ്ഞുകൊണ്ട് കൊടിമരത്തിനടുത്തേക്ക് നീങ്ങി. ലവൻ പറഞ്ഞിട്ട് പോയത് കേട്ടില്ല സുധാകരന്റെ അച്ഛ? അതോ ഇനി ലവൻ ചെറിയ തമ്പുരാനായതുകൊണ്ട് അനുസരിക്കില്ലെന്നാണോ? മേഘൻ അയാളെ നോക്കി നിർത്തി ചോദിച്ചു. അയാൾ നന്നായി തന്നെ ഒന്ന് ചൂളി. അതെ, ശരിക്കും അവൻ ഇത്ര ചെറുതൊന്നും അല്ല കേട്ടോ. ഈ ഞാനും എല്ലാവരും കൂടി പറഞ്ഞ് ഞങ്ങളിങ്ങനെ ചെറുതാക്കാതിരുന്നാ മതി. അവനൊന്ന് കുത്തി പറഞ്ഞുകൊണ്ട് കൈകൾ 2 മുകളിലേക്ക് ഉയർത്തി ഞെളിഞ്ഞ്. അയ്യേ, ഈ തെണ്ടി എന്തൊക്കെയാണ് പറയുന്നത്? അമ്പലമുറ്റെന്നാണ് ഇമാതിരി വർത്താനൊക്കെ. രാവു തനിക്കരികിൽ നിന്ന് രുദ്രന്റെ ചെവിന്നുകൊണ്ട് ചോദിച്ചു. അത് ഏട്ടൻ പറഞ്ഞതിന്റെ കുഴപ്പമില്ല, നിങ്ങൾ കേട്ടതിന്റെ കുഴപ്പമാണ്. രുദ്ര അവനെ നോക്കാതെ പുച്ഛം വാരി വതിരിക്കൊണ്ട് പറഞ്ഞു. രാവു അവനെ നോക്കി പല്ലടിച്ചു. എന്നാ പിന്നെ വൈകാതെ ചേട്ടന്മാരോരോന്ന് അങ്ങ് ചെന്നാട്ടെ. അവൻ പറഞ്ഞുകൊണ്ട് അവർക്ക് അവിടേക്ക് പോകാൻ വേണ്ടി ഒരരികിലേക്ക് മാറി കൊടുത്തു. ഇങ്ങനെ പശു ചാണകിട്ട കണക്ക് നിൽക്കാതെ അങ്ങ് ചെല്ല് സുധാകര, സമയം പോകുന്ന നീ കാണുന്നില്ലേ? മേഘൻ പറഞ്ഞുകൊണ്ട് അവന്റെ തോളിൽ പിടിച്ച് മുന്നിലേക്കൊന്ന് തള്ളി. വന്നാട്ടെ, നിന്നാട്ടെ, പൊക്കിയാട്ടെ, ഓഹോയ്. രാഘു അവരെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അവരെല്ലാവരും വന്ന അമർഷ ഉള്ളിലൊതുക്കിക്കൊണ്ട് ഇന്ദ്രനും മേഘനൊപ്പം കൊടിമരമുയർത്തി. ദേവി ശരണം. കൊടിമര ആ കുഴിയിലേക്ക് ഇറക്കി വെക്കുമ്പോൾ മേഘന്റെയും ഇന്ദ്രന്റെയും ചുണ്ടുകൾ ഒരുപോലെ ചലിച്ചു. പക്ഷേ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.